ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോഴിന്ന് ക്യാപ്സിക്കവും പിന്നെ മുട്ടയും വെച്ചുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോഴിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ക്യാപ്സിക്കം ഒന്ന് എടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം വലുതായിട്ട് അരിഞ്ഞ് ചോപ്പറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടണം നമുക്ക് ഇതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ചോപ്പറിലാണ് ഞാനൊന്ന് അരിഞ്ഞെടുക്കുന്നത്, ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചോപ്പർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാധാരണ നമുക്ക് അല്ലാതെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതി. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഒന്നെടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 2.5-3 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ചേർത്തേക്കുന്നത്. അപ്പം എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂണോളം കടുകിട്ട് ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും 1 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 സവാള വേണേ. അപ്പോൾ ഒരു 2 സവാള എടുത്ത് അത്യാവശ്യം ഒന്ന് കനം കുറച്ച് ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി സവാളയൊക്കെ ചേർത്തിട്ട് ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളക്, എരിവിന് വേണ്ടിയിട്ട് ഒരല്പം പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളേ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ സവാളയൊക്കെ ജസ്റ്റ് ഒന്നങ്ങ് വെന്ത് വന്നാൽ മതിയാവും. ഒട്ടും കളർ മാറുകയോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. വളരെ പെട്ടെന്നാണ് എല്ലാം. അപ്പം ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കാവേ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഈ പരുവം വരയ്ക്ക് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ആ ഒരു ക്യാപ്സിക്കം ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ച ക്യാപ്സിക്കം തന്നെ വേണമെന്നൊന്നുമില്ല, ഇഷ്ടമുള്ള ക്യാപ്സിക്കം ഒക്കെ എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ പച്ച കളർ ഇരുന്നത് കൊണ്ടാണ് ഞാൻ പച്ച കളർ ചേർത്ത് കൊടുത്തത്. അപ്പോഴാണ് ഇത് ചേർത്തിട്ട് ഇനി വീണ്ടും നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറും ആ ഒരു രുചിയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു റെസിപ്പിയെ. അപ്പം നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതും ഒരുപാട് നേരം ഇട്ടങ്ങ് വയറ്റി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്നാണ് ഇതിൻ്റെ പരിപാടികളെല്ലാം. കാര്യം ഇതിനൊന്നും അധികം വേവില്ലാത്ത സംഭവങ്ങളല്ലേ. അപ്പം ഇതുപോലെ ഒന്നങ്ങ് വയറ്റിയെടുക്കുന്നുണ്ടേ. ഇപ്പോൾ ദാണ്ട ഇതുവരെ ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. 1 മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ചാൽ മതിയാവും. അല്ലാതെ തന്നെ ഇത് ഇപ്പം തന്നെ ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. പിന്നെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാവേ. അപ്പോൾ അതാണ്ട് 1 മിനിറ്റൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവേ. അപ്പോൾ ഇത് 1 മിനിറ്റ് ഒന്നും അല്ല, ഇത് 2-3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ 1 മിനിറ്റ് വരെ വേവിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. അടിപൊളിയായിട്ട് നമ്മുടെ ഇതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ക്യാപ്സിക്കവും സവാളയൊക്കെ നന്നായിട്ട് ഒന്നങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതെല്ലാം ഒരു സൈഡിലോട്ട് ഇനി ഒതുക്കി ഒന്ന് വെക്കണം. നമ്മുടെ മുട്ട ചേർക്കണ്ടേ. അപ്പോൾ ഇതെല്ലാം ഇനി ഒരു സൈഡിലോട്ട് ഞാൻ അങ്ങോട്ട് ഒതുക്കി നടുക്ക് മാത്രം കുറച്ച് സ്പേസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് സൈഡിലോട്ടാക്കിയിട്ട് നടുക്ക് മാത്രം കുറച്ച് സ്പേസ് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ 2-3 മുട്ടയൊക്കെ എടുക്കാം കേട്ടോ. അപ്പം ഇത്രയും 2 മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ വീണ്ടും എണ്ണ ചേർക്കാത്തത്. നിങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റീലിൻ്റെ പാനിലോ അല്ലെങ്കിൽ അലൂമിനിയം പാനോ വല്ലതും ആണെങ്കിൽ ആ മുട്ട ചേർക്കുന്നതിന് മുന്നേ കുറച്ച് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ആ മുട്ടയ്ക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് മുകളിലോട്ട് ഒന്ന് വിതറി കൊടുക്കാം. ഇനി ഒരല്പം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതുപോലെ ഒന്നങ്ങ് ചിക്കിയെടുക്കാം. മുട്ട ഒഴിച്ച ഉടനെ അങ്ങ് ചിക്കിയെടുക്കാൻ നിൽക്കരുത്. അപ്പം നല്ല പൊടിയായിട്ട് പോവേ. അത്യാവശ്യം ഒരു കടിക്കാൻ പാകത്തിനൊക്കെ നമുക്ക് മുട്ടയൊന്ന് കിട്ടണമെങ്കിൽ കുറച്ചൊന്ന് വെന്തിട്ട് ഒന്ന് ചിക്കിയെടുത്താൽ മതിയാവും. എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് ചിക്കിയെടുക്കാം. ഇതുപോലെ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെയും ഇതുപോലെ ഒന്നും അങ്ങ് വഴറ്റിയെടുക്കണേ.
ഇപ്പോൾ ദാണ്ടെ മുട്ടയൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശ പണികളെല്ലാം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഫൈനലി ഇതിലേക്ക് ഒരു സംഭവം ഇടാൻ ഞാൻ മറന്നായിരുന്നു. നമ്മുടെ കറിവേപ്പില ഇത് ആദ്യം ഇട്ട് കൊടുക്കേണ്ടതാണ്. ഞാൻ മറന്നുപോയതാണ് കൊണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്കൊരു ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കണം. അത് പിന്നെ വേറെ ഒന്നും അല്ലല്ലോ, നമ്മുടെ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടെ ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ആ ഒരു തോരനൊന്ന് പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഫൈനലി കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ തേങ്ങ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായത് കൊണ്ട് കുറച്ചധികം തേങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത്രയും ചേർക്കണം എന്നില്ല കേട്ടോ. ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. തേങ്ങ ചേർത്തിട്ട് ഒരുപാട് നേരം ഇട്ട് ഇളക്കി ഒരുപാട് നേരം ഇട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതിയാവും. ഇപ്പം തന്നെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. ഉറപ്പായിട്ടും നിങ്ങളെല്ലാം ക്യാപ്സിക്കം വാങ്ങുമ്പോഴേ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പോരാത്തതിന് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തരാൻ മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ല അടാറ് റെസിപ്പികളുമായിട്ട് കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.